ഹലോ, നമസ്കാരം. നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണേ. ദിവ്യമുണ്ണി തമ്മിലുള്ള ഒരു സീനിൽ അപ്പോൾ അത് കഴിഞ്ഞ് ദിവ്യയുടെ ക്ലോസ് എടുക്കുക ഇമോഷനാണ് ഭയങ്കര. ഇപ്പോൾ ദിവ്യ ഗ്ലിസറിൻ ഇട്ടു, ഇപ്പോൾ താഴത്ത് സതീശൻ എന്ന് പറയുന്ന നമ്മുടെ യൂണിറ്റിലെ ഒരാൾ തെർമോക്കളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, സാർ റെഡി. അങ്ങനെ ദിവ്യമുണ്ണി ഇമോഷണലായിട്ട് അഭിനയിച്ചു. നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സാർ കട്ട് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ വെച്ചാൽ സതീശൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഒഴുകുകയാണ്. അപ്പോൾ സാർ മനസ്സിലായി സംഭവം ഏറ്റു, കാരണം ആദ്യത്തെ പ്രേക്ഷകനാണ് ഈ സതീശൻ. അപ്പോൾ സതീശനോട് ചോദിച്ചു, സംഭവം ഇങ്ങനെയല്ലേ? സതീശൻ ഭയങ്കര ഇമോഷണലായി കരഞ്ഞു. അപ്പോൾ സതീശൻ അപ്പൊ ഞങ്ങളൊക്കെ പൊട്ടിച്ചിരിച്ചു പോയ സംഭവമുണ്ട്. സതീശിനെ അന്നോട് ഒരുപാട് എല്ലാ സാറിനും അറിയാം. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഈ വീഡിയോ എത്ര പഴക്കമുണ്ടെന്നോ അല്ലെങ്കിൽ ഇത് സത്യസന്ധമായിട്ടുള്ളൊരു വീഡിയോ ആണോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. പഴക്കത്തെ സെൻസ് ഇത് കേസിന് ശേഷം ഉള്ളൊരു വീഡിയോ ആണെന്ന് എൻ്റെ വിശ്വാസം. അന്ന് ഇദ്ദേഹത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് തോന്നുന്നത്. അന്ന് അദ്ദേഹം പ്രതിയായിട്ട് പോലും പങ്കെടുത്തിട്ടുള്ളൊരു പരിപാടിയാണ്. അന്ന് ഇവരിപ്പോൾ ഉള്ള അന്തർധാര അങ്ങ് സെറ്റായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഭയങ്കര അന്തർധാരയാണല്ലോ. ഏത് ഇപ്പം മൂപ്പര് അവൾക്കൊപ്പം മാത്രമല്ലേ നിൽക്കുള്ളൂ. ഓനെ കണ്ടുകഴിഞ്ഞാൽ കല്ലെടുത്തെറിയുന്ന മൂഡിൽ നടക്കുക. അതൊക്കെ മുൻപുള്ളൊരു വീഡിയോ നോക്കണം, ഒന്ന് ആലോചിച്ച് നോക്കണല്ലേ ആളുകൾ എന്ത് പെട്ടെന്ന് മാറുന്നത്. ജമ്പ് സാധനം വരുമ്പോഴേ ചെമ്പ് വരുമ്പോൾ ആളുകൾ മാറുന്നത്. ഞാനിപ്പോഴും പറയുന്നു കേട്ടോ, ഈ വീഡിയോ ഈ അടുത്ത കാലത്തുള്ള വീഡിയോ അല്ല, വിധി വരുന്നതിന് മുൻപുള്ള വീഡിയോ ആണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ആ കേസിൽ ഇവർ ഗൂഢാലോചനയിൽ ഇദ്ദേഹത്തെ പിടിച്ചിട്ടതിന് ശേഷമുള്ള വീഡിയോ തന്നെയാണ്. അന്ന് ഈ പറയുന്ന അമ്മായിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് ഈ വീഡിയോ സൂചിപ്പിക്കുന്നത് അല്ലേ. ഇപ്പോഴാണ് അമ്മായിക്ക് പ്രശ്നങ്ങളായത്. അപ്പോൾ പറഞ്ഞു വന്നത്, അന്ന് കുഴപ്പമില്ലെങ്കിൽ ഇന്ന് കുഴപ്പമായത് എന്തോ അതന്നെ എന്തോ അടിവലി നടന്നിട്ടുണ്ട്. ശരി അപ്പോൾ